നിങ്ങൾ വിചാരിക്കും ക്യാമ്പയിൻ ആണെന്ന്. ക്യാമ്പയിനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് 100 രൂപ ഷുവറാണ്. ഓക്കെ, സോ UPI ID നിങ്ങളെ UPI ID അടിച്ചു കൊടുത്താൽ മതി, ഏത് UPI ആപ്പായാലും. ഓക്കെ, അടിച്ചെടുത്താൽ നിങ്ങൾക്ക് അതിലൂടെയാണ് പേയ്മെൻറ്റ് ലഭിക്കുക. ഇത് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, വേറൊരു യൂട്യൂബറും ചെയ്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ പുതിയ വന്നൊരു സംഭവമാണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ മസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റഫറോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, റഫർ ചെയ്താൽ കിട്ടും. ഒരു റഫറിന് 50 രൂപ UPI ID കിട്ടും, ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണണം. ഒരിക്കലും സ്കിപ്പ് അടിക്കരുത്. അല്ലാണ്ട് ഇൻട്രോ കേട്ടിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാന്നാൽ ഒരു ഉറപ്പ് കിട്ടൂല, വീഡിയോ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്താൽ. ഓക്കെ, സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ സംഭവം മനസ്സിലാവും. കാരണം ഞാൻ പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രമേ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സോ മസ്റ്റായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് 3K മെമ്പേഴ്സിലോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, പഴയ ടെലിഗ്രാം ചാനലിൽ പോയി പുതിയതാണ്. ഓക്കെ, അപ്പം ലിങ്ക് താഴെയുണ്ട്. യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത ലൂട്ട്സ് എല്ലാം ഞാൻ അതിലാണ് ഇടുക. അപ്പം അതിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ കോളേജ് റിവ്യൂ ആണ്. ഓക്കെ, അപ്പം മേ ബി ഇത് പുതിയ വന്നൊരു സോളജി എന്നുള്ളൊരു പുതിയൊരു വെബ്സൈറ്റിൻ്റെ കോളേജ് റിവ്യൂ ആണ്. ഓക്കെ, ഫ്രഷ് സാധനമാണ്, എല്ലാവരും ചെയ്തോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും +2 പഠിക്കുന്ന ആളുണ്ടെങ്കിൽ വിചാരിക്കും അല്ല ഇതിന് ഞങ്ങൾക്ക് ഇങ്ങനെ കോളേജ് റിവ്യൂ എഴുതാൻ പറ്റുക എന്നുള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ എന്തായാലും നിങ്ങൾ കോളേജ് ഇവർ ചുമ്മാ സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു രീതി വെച്ചാൽ യുണീക്ക് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കോളേജ് പഠിക്കുന്ന ചങ്ങ റിവ്യൂ ഇടുന്ന പോലെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം ആദ്യം എന്താ, സോ നിങ്ങൾ ചുമ്മാ ചെയ്താൽ ഒരിക്കലും എമൗണ്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുന്ന എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ +2 കോളേജ് പഠിക്കാത്തുള്ളവരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങളിപ്പോൾ കോളേജ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അടുത്തുണ്ടെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അടുത്തുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കറക്റ്റ് നോക്കി ഞാൻ ചെയ്യുന്ന കണക്കത്തെ നോക്കി നിങ്ങൾക്ക് അതേ കണക്കത്തെ വേറൊരു ഇതിൽ ചെയ്താലും മതി. ഓക്കെ, ഇപ്പം നിങ്ങൾ കോളേജ് പഠിക്കുന്ന ആളാന്ന്, പഠിച്ച് കഴിഞ്ഞ ആളാണെങ്കിലും ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് പഠിച്ച കോളേജ് അത് കറക്റ്റ് കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അഥവാ കോളേജ് പഠിക്കാത്ത ആളുകൾ അവർക്ക് ഫ്രണ്ട്സോ ഇങ്ങനെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന രീതിയിൽ ഒരു യുണീക്കായിട്ട് തോന്നണം. അവർക്ക് ഒരു ചെങ്ങ ഈ കോളേജ് പഠിക്കുന്നതാണ്, ഈ കോഴ്സ് പഠിക്കുന്നതാണ് തോന്നണം. അപ്പം ഞാൻ കാണിച്ചു തരാം, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നേരെ നിങ്ങൾ എന്താക്കേണ്ടി വെച്ചാൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആ റിവ്യൂ എന്നുള്ള സംഭവം കാണാൻ പറ്റും, ജസ്റ്റ് ഒരു റിവ്യൂ. ഓക്കെ, അപ്പം നിങ്ങൾ നെയിം എൻ്റർ ചെയ്യുക, ഫുൾ നെയിം എൻ്റർ ചെയ്യുക, അതിനുശേഷം ഇമെയിൽ എൻ്റർ ചെയ്യുക, നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എൻ്റർ ചെയ്യുക. അപ്പം കോളേജ് നെയിം അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കോളേജ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജ് അടിക്കുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കോളേജ് എടുത്ത് കോഴ്സും എടുത്തു, അതിൻ്റെ എൻറോൾമെൻറ്റ് ഇയറും എടുക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കോളേജും എടുത്തു, എൻ്റെ കോഴ്സും എടുത്തും. സോ ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല ഒരു ഇയറും എടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഏത് റിസർവേഷൻ കാറ്റഗറിയിലാണെന്നും കൊടുത്തു. ഞാൻ +2 എവിടുന്ന പഠിച്ചെന്നില്ലെന്ന് കൊടുത്തു. ഞാൻ CBSE അല്ല, നമ്മൾ ഗവൺമെൻറ് ആയിരുന്നു, കേരള ബോർഡായിരുന്നു. പിന്നെ എത്ര പെർസെൻറ്റേജ് ഞാൻ അച്ചീവ് ചെയ്തു എന്നില്ല ആ ഒരു മാർക്കും കൂടി എത്ര പെർസെൻറ്റേജ് ആണെന്നില്ല കൊടുത്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴേക്ക് വന്നിട്ട് ഫുൾ ടൈം ഡിഗ്രിയാണ്. ഓക്കെ, ഓൺലൈനിലുള്ള ഡിസ്റ്റൻസ് അല്ല, ഫുൾ ടൈം ഡിഗ്രിയാണ്. എത്ര സ്റ്റുഡൻസ് നമ്മളെ ക്ലാസ്സിൽ നിന്ന് കൊടുത്തു. അതിനുശേഷം ടോട്ടൽ കോഴ്സ് ഫീ എത്ര എന്നുള്ള കൊടുത്തു എൻ്റെത്. ഓക്കെ, അപ്പം അതിനുശേഷം ഇനി വരുന്നതാണ് സംഭവം. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈ കോളേജ് ചൂസ് ചെയ്യാൻ കാരണം എന്ത്? ഓക്കെ, എന്തെങ്കിലും ഡിസ്കഷനും കാര്യങ്ങളുണ്ടായിനോ? അപ്പം അത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടിയിലൊരു സംഭവം കാണാൻ പറ്റും, അതായത് ഗുഡ് ആൻഡ് ബാഡ് ആസ്പെക്ട്സ് ഓഫ് അവർ കോളേജ്. നമ്മൾ കോളേജിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ് സൈഡും എഴുതുക. അതിനുശേഷം ആ ഓരോരോ സംഭവത്തിന് ഉത്തരം കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അഡ്മിഷൻ പ്രോസസ്സിൽ എന്തെല്ലാം സംഭവിച്ചെന്നില്ല എഴുതുക. ഓക്കെ, അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഈ ഒരു റൗണ്ട്സിന് പ്രിപ്പയർ ആകുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യന് താഴെ ഒരു സംഭവം ഉണ്ടാവും, ആ ഒരു സംഭവത്തിന് നമ്മൾ ആൻസർ കൊടുത്താൽ മാത്രം മതി. പിന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ ഒരു ബ്ലാക്കിൽ കൊടുത്തതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ എന്തെല്ലാം ആൻസർ കൊടുക്കേണ്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നമ്മളെ ഇപ്പം ഷെയർ യുവർ ഒപ്പീനിയൻസ് അബൌട്ട് ദിസ് കോഴ്സ്, കരിക്കുലം, അക്കാദമിക്സ്, ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, സ്കോളർഷിപ്പ് എങ്ങനെ, ടീച്ചർമാർക്ക് എങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് കോളേജ് ചെയ്തത്. അന്നേരം അതിൻ്റെ ഉത്തരം കൊടുക്കുക. ഞാൻ ഇന്ന കാരണത്തിനാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത് ഇന്ന കോളേജിൽ. ഓക്കെ, പിന്നെ നമ്മളെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്, പ്ലേസ്മെൻറ്റ് ലൈഫ് അഥവാ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്ത സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോലി നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം
നിങ്ങൾ ഇപ്പോൾ ഒരു കറക്റ്റ് കോളേജ് പഠിക്കുന്ന ആളെ നിങ്ങൾക്ക് കറക്റ്റ് റിവ്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാത്തൊരാൾക്ക് റിവ്യൂ കൊടുത്താൽ യുണീക്കായിട്ട് നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ ഇത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ കറക്റ്റ് കൊടുത്താൽ മാത്രം മതി. നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ്, കോളേജ് പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുത്താൽ മതി. അതും അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ, ഞാൻ മുമ്പ് ഒരു റിവ്യൂവിന് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ അടുത്തുള്ള കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു ഇത് തട്ടി വിട്ടാൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്ന കണക്കെ തന്നെ അത് വേറെ രീതിയിൽ ചെയ്താൽ മാത്രം മതി. എന്തായാലും ഒരു വലിയൊരു മിനിമം 200 ക്യാരക്ടേഴ്സ് വേണം, 1000 ക്യാരക്ടേഴ്സിൽ. പിന്നെ അടിയിൽ വരുന്ന ചെറിയ ചെറിയ സംഭവമാണ്. ഓക്കെ, അപ്പം ആ ഒരു സംഭവം ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിക്കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. പിന്നെ അടിയിലോട്ടേക്ക് വരുമ്പം പിന്നെന്ന് വെച്ചാൽ നമ്മൾ UPID എൻ്റർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ UPID എൻ്റർ ചെയ്യുക. അതിനിടയ്ക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഒന്നുമില്ല, Gmail വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം ആ ഒരു പ്രൊഫൈൽ, ആ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ആ ഒരു പ്രൊഫൈൽ കോപ്പി ആയിട്ട് ഇടാൻ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ആ ഒരു നമ്മുടെ ഒരു റിവ്യൂക്ക് ഒരു ചെറിയൊരു ഹെഡിങ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം എന്തായാലും നമുക്ക് ഇവർ ഈ ഒരു സംഭവം റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഇടുന്നതായിരിക്കും. ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുക എത്ര നാളെടുക്കും ഇവരുടെ പേയ്മെൻറ്റ് ഇട്ടാൻ. എന്തായാലും മിക്കവാറും ഒരു 10-12 ദിവസമല്ലായിരിക്കും പേയ്മെൻറ്റ് എടുക്കുന്ന ഒരു ടൈം പറയുന്നത്. പക്ഷേ പേയ്മെൻറ്റ് ഷുവർ നിങ്ങൾ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ, ഓക്കെ, ഒരു കോളേജ് പഠിക്കുന്ന ഒരു ചെങ്ങാണ് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ പേയ്മെൻറ്റ് 100% ഷുവറാണ്. ഓക്കെ, ഇതിപ്പോൾ പുതിയ വന്ന വെബ്സൈറ്റാണ്, ആദ്യം മലയാളത്തിൽ ചേറ്റുന്നില്ല. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു സംഭവം കോപ്പി ചെയ്ത ലിങ്കായിട്ട് വരും, റഫറൽ കോഡായിട്ടുള്ള ലിങ്കായിട്ട് വരും. ആ ഒരു ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 50 രൂപ ഉണ്ടാക്കുക. ഒന്നുമില്ല, നിങ്ങൾ റിവ്യൂ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ പറയുന്ന കണക്കത്തെ രീതിയിൽ ചെയ്താൽ മതി. മനസ്സിലാവാത്തൊരു വീഡിയോ ഒന്നുകൂടി കറക്റ്റ് കണ്ടാൽ മാത്രം മതി, ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ മാത്രം മതി. അപ്പം നാളെ നമുക്ക് കാണാം. ഓക്കെ.